ഹായ്, ബൈനറി റെപ്രസെൻറ്റേഷനിലുള്ള 5 ഓപ്പറേഷൻസും കൂടി നമുക്കിന്ന് പഠിക്കാം. അത് 5 എണ്ണം എന്ന് പറഞ്ഞാൽ ഓർ, ആൻഡ്, നോട്ട്, ലെഫ്റ്റ് ഷിഫ്റ്റ് ആൻഡ് റൈറ്റ് ഷിഫ്റ്റ്. ഈ 5 എണ്ണമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് പഠിക്കാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം നമ്മുടെ ഇൻപുട്ട് എന്താ ഔട്ട്പുട്ട് എന്താണെന്ന് മനസ്സിലാക്കാം. നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് 2 ബൈനറി നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, സോ അത് ഏത് വേണമെങ്കിലും ആവാം. ലെറ്റ്സ് സേ 0110യും 0101ഉം. ഓക്കെ, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു ബൈനറി നമ്പർ ആയിരിക്കും. ഓക്കെ, സോ അത് ഔട്ട്പുട്ട് എന്താണെന്നുള്ളത് നമ്മുടെ ഈ ഓരോ ഓപ്പറേഷൻ കഴിയുന്നതനുസരിച്ച് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. സോ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ഈ ഓരോ ഓപ്പറേഷൻസ് ചെയ്യുമ്പോഴും നമുക്ക് ഒരു ബൈനറി നമ്പറിൽ ചെയ്യാം. പക്ഷെ തൽക്കാലം നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഒരു ബിറ്റുള്ള ബൈനറി നമ്പേഴ്സ്, 2 ബൈനറി നമ്പേഴ്സ് എടുക്കാം. അപ്പോൾ ഒരു ബിറ്റ് ബൈനറി നമ്പർ എന്ന് പറയുമ്പോൾ 0 ആവാം 1 ആവാം ആ ബിറ്റ്. ഓക്കെ, അപ്പം 2 എണ്ണം ഉണ്ടെങ്കിൽ 2 0യും 1ഉം ഉണ്ടാവും. അപ്പോൾ അതായത് ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് 2 × 2 4 ആണ്. 4 കോമ്പിനേഷൻസ് ഉണ്ട്. 4 കോമ്പിനേഷനിൽ ഈ ബിറ്റ് പാറ്റേൺ വരാം. അതെങ്ങനെയാണ് നമുക്ക് എഴുതുന്നതെന്ന് നോക്കാം. ഒരു ടേബിൾ വരയ്ക്കുക 3 കോളം വെച്ചിട്ട്. എന്നിട്ട് നമുക്കാണെങ്കിൽ അതിനെ എക്സ് വൈ ഔട്ട്പുട്ട് എന്ന് കൊടുക്കാം. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ബൈനറി നമ്പർ, വൈ എന്ന് പറയുന്നത് സെക്കൻഡ് ബൈനറി നമ്പർ, ഔട്ട്പുട്ട് കൊടുക്കുക. സോ ഇത് എഴുതാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ആദ്യം ഒരു എക്സാമ്പിൾ കാണിക്കാം, എന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതാണ് നമ്മുടെ കോമ്പിനേഷൻസ്, അവൈലബിൾ ആയിട്ടുള്ള കോമ്പിനേഷൻസ്. ഒരു ബിറ്റ് ബൈനറി നമ്പർ എടുത്തിട്ട് അതിൻ്റെ പല വേരിയേഷൻസ് എടുത്തു കഴിഞ്ഞാൽ വരുന്ന കോമ്പിനേഷനാണ് ഇത്. ഓക്കെ, ഓർ എന്താ ചെയ്യുന്നത്? ഓർ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു വാല്യൂ എക്സ് അല്ലെങ്കിൽ വൈ 1 ആണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് 1 ആവും. ഏതെങ്കിലും ഒരു വാല്യൂ എങ്കിലും 1 ആവണം. സോ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ 0യും 0യാണ് ഫസ്റ്റ് വാല്യൂ, അതുകൊണ്ട് നമുക്ക് 0 വരും. 0യും 1ഉം ആണ് സെക്കൻഡ് വാല്യൂ. സോ 1 വൈ 1 ആയതുകൊണ്ട് നമുക്ക് 1 വരും ഔട്ട്പുട്ട്. 1ഉം 0 ആണ് തേർഡ് വാല്യൂ. എക്സ് 1 ആയതുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ട് 1 വരും. 1ഉം 1ഉം ആണ് എക്സും വൈയും. ഇതിലേതെങ്കിലും ഒന്ന് 1 ആയാലും മതി, പക്ഷെ രണ്ടും 1 ആയതുകൊണ്ടും നമുക്ക് 1 കിട്ടും. ഓക്കെ, സോ ഇതാണ് ഓറിൻ്റെ ഓപ്പറേഷൻ. ഇനി ഇതിനകത്ത് ഞാൻ ഈ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. ഈ എഴുതിയിരിക്കുന്നത് ആ 4 കോമ്പിനേഷൻസും അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ 4 കോമ്പിനേഷൻ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ ഇതിൽ എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്നത്? അതിന് ഞാനൊരു മെത്തേഡ് പറഞ്ഞുതരാം. നമുക്കിപ്പോൾ 4 കോമ്പിനേഷൻസാണ് ഉള്ളതെങ്കിൽ അറിയാം, ഫസ്റ്റ് ബൈനറി നമ്പറിൻ്റെ 2 വാല്യൂ 0യും 2 വാല്യൂ 1ഉം ആയിരിക്കണം. അതുകൊണ്ടാണ് ആദ്യത്തെ 2 വാല്യൂസ് 0 ആയത്, പിന്നെ രണ്ടാമത്തെ 2 വാല്യൂസ് 1 ആയത്. സോ 0 ആയ കോമ്പിനേഷനിൽ വൈൻ്റെ വാല്യൂ 0യും 1ഉം ആയിട്ട് മാറാം. അങ്ങനെയാണ് നമുക്കിവിടെ 0യും 1ഉം കിട്ടിയത്. 1 ആയ കോമ്പിനേഷനിൽ 0യും 1ഉം ആവാം. അങ്ങനെ 1 കിട്ടാം. ഓക്കെ, സോ ഏറ്റവും എളുപ്പ വഴി, ഇപ്പോൾ ഇത് പഠിക്കുന്നില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് 4 കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ സീറോസ് വെച്ചിട്ട് ആദ്യം ഈ കോമ്പിനേഷൻ്റെ പകുതി എഴുതുക. അതായത് 4ൻ്റെ പകുതി 2, അപ്പോൾ 2 സീറോസ് എഴുതുക, പിന്നെ 2 1 എഴുതുക. ഇനി നെക്സ്റ്റ് കോളത്തിൽ അതിൻ്റെ പകുതി ഓൾട്ടർനേറ്റിംഗ് ഫാക്ടർ ആക്കുക. അപ്പോൾ അതിൻ്റെ പകുതി ഓൾട്ടർനേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്ലിയർ ആവും. എക്സ് വൈ ഇസഡ്, അതായത് ഇസഡും കൂടി ഉണ്ട് ഒരു എക്സ്ട്രാ വാല്യൂ ആയിട്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കോമ്പിനേഷൻസ് എന്ന് പറയുന്നത് 2 × 2 × 2, 8 കോമ്പിനേഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ 4 ഈ 8ൻ്റെ പകുതി 4 സീറോസ് നമുക്ക് എഴുതാം. ആദ്യം 0 0 0 0, പിന്നെ 1 1 1 1. ഓക്കെ, വൈ അതായത് നെക്സ്റ്റ് ഇതിൻ്റെ നേരെ പകുതി 4 എണ്ണം 0 എഴുതിയതിന് പകരം 2 എണ്ണം 0 വെക്കുക. 0 0 1 1. ഓക്കെ, ഇനി ഇസഡ് അടുത്തതിൻ്റെ പകുതി 2 എണ്ണത്തിന് പകരം ഇനി ഒരെണ്ണം 0, പിന്നെ അടുത്തത് 1, പിന്നെ 0, പിന്നെ 1. ഇതാണ് നമ്മുടെ കോമ്പിനേഷൻ 3 എണ്ണം എടുക്കുമ്പോൾ. ഇനി ഇതിനകത്ത് വേറൊരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം,
ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബൈനറിയിൽ 0 1 2 എന്ന് പറഞ്ഞ് പോവുക. ഓക്കെ, സോ ഒന്ന് നോക്കിക്കേ, ഇവിടെ ഇത് 0 ആണ്, ഇത് 1 ആണ് ഡെസിമലിൽ, ഇത് 2 ആണ് ഡെസിമലിൽ, ഇത് 3 ആണ്, ഇത് 4 5 6 7. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് കരുതാം. ഏറ്റവും എളുപ്പ വഴിയാണ് ഞാൻ പറഞ്ഞു തന്നെ എങ്ങനെയാണ് ഒരു ടേബിൾ ഉണ്ടാക്കേണ്ടതെന്നുള്ളത് ഓപ്പറേഷൻ്റെ. ഓക്കെ, അപ്പോൾ ഓറ് നമ്മൾ പഠിച്ചു. ഓർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് 1 ആയി കഴിഞ്ഞാൽ അത് 1 ആവണം. ആൻഡ് എന്ന് പറഞ്ഞാൽ രണ്ടും എക്സും വൈയും രണ്ടും 1 ആണെങ്കിൽ മാത്രമേ അതിൻ്റെ ഔട്ട്പുട്ട് 1 ആവുള്ളൂ. സോ നമുക്ക് പിന്നെയും എഴുതാം 0 0 1 1 0 1 0 1. 0യും 0യും വന്നു കഴിഞ്ഞാൽ 0, 0യും 1ഉം 0യും 1ഉം ഒരെണ്ണം മാത്രമേ 1 ഉള്ളൂ, രണ്ടാമത്തെ 1 ഇല്ല, അതായത് എക്സ് 0യാണ്. അപ്പോൾ ഇവിടെ 0 1 0. ഓക്കെ, 1 0 എന്ന് പറയുമ്പോഴത്തേക്കും y 0യാണ്, അതുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ട് 0. 1ഉം 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 രണ്ടും 1 ആയതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ആൻഡിൻ്റെ ഓപ്പറേഷൻ 1 തരും. ഓക്കെ, ഇനി നമുക്ക് നോട്ട് നോക്കാം. നോട്ട് ഒരു യൂണറി ഓപ്പറേഷനാണ്, അതായത് ഒരു എക്സ് മാത്രമേ ഉള്ളൂ, അതിൻ്റെ ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ എക്സ് മാത്രം ഉള്ളെങ്കിൽ 0 അല്ലെങ്കിൽ 1 വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 0ൻ്റെ നോട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് 1 ആവും. 1ൻ്റെ നോട്ട് എന്ന് പറഞ്ഞാൽ 0 വരും. ഇതാണ് നെഗേറ്റ് ചെയ്യുന്ന പോകുന്നത്, നെഗേഷൻ പോലെ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നോട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇത് മൂന്നും ഒരു കുറച്ചും കൂടി വലിയ ബൈനറി നമ്പർ ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യും നോക്കാം. ഇതിനെ ബിറ്റ് വൈസ് ഓർ, ബിറ്റ് വൈസ് ആൻഡ്, ബിറ്റ് വൈസ് നോട്ട് നമ്മൾ വിളിക്കാറുണ്ട്. ഓക്കെ, സോ നമ്മുടെ രണ്ട് നമ്പർ നമ്മൾ എടുത്തത് 0 1 1 0യും 0 1 0 1ഉം. നമുക്ക് നോക്കാം. 0 1 1 0 0 1 0 1. ഇത് ഓറിൻ്റെ ടൈമിൽ എന്ത് വരും, ആൻഡിൻ്റെ ടൈമിൽ എന്ത് വരും, നോട്ടിൻ്റെ ടൈമിൽ എന്ത് വരും? ഓക്കെ, സോ ഓറിൻ്റെ ടൈമിൽ നമ്മൾ പഠിച്ച പോലെ തന്നെ ഓരോ ബിറ്റിനും എടുത്തിട്ട് നോക്കുക. ഓറിൻ്റെ ടൈമിൽ 0യും 0യും വരുമ്പം ഇവിടെ വരേണ്ടത് 0 ആണ്. 1ഉം 1ഉം വന്നപ്പം ഏതെങ്കിലും ഒന്ന് 1 ആയി, അതുകൊണ്ട് നമ്മൾക്ക് ഓറ് 1 ആവും. 1 0. ഇപ്പോൾ മുകളിലത്തേൽ 1 ബിറ്റ് 1 ആയിട്ടായിരിക്കുന്നത്, താഴത്തെ 0 ആയിട്ടായിരിക്കുന്നത്. സോ 1 വന്നു. 0 1 0 1 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കാണെങ്കിൽ ഒരെണ്ണം താഴത്തെ 1 ആയിട്ട് വന്നു, അതുകൊണ്ട് നമുക്ക് താഴെയും 1 ആയിട്ട് കിട്ടും. ഓക്കെ, ഇതാണ് ഓറ്. ആൻഡ് എന്ന് പറയുമ്പം നേരത്തെ പറഞ്ഞു രണ്ടും 1 ആയാൽ മാത്രമേ 1 ആവാൻ പാടുള്ളൂ. സോ ഇതേ സെയിം പ്രോസസ്സ് ഫസ്റ്റ് ബിറ്റ് മുതൽ എടുക്കാം. 0യും 0യും നോക്കി, രണ്ടും 1 അല്ല, അതുകൊണ്ട് 0. രണ്ടാമത്തെ സെറ്റ് എടുത്തു. ഓക്കെ, അത് 1ഉം 1 ആണ്, 1ഉം 1 ആയതുകൊണ്ട് ഇവിടെ 1. പിന്നെ നെക്സ്റ്റ് 1 1 0. അപ്പോൾ ഒരെണ്ണേ 1 ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് 0 0 1. ഒരെണ്ണേ 1 ഉള്ളൂ, അതുകൊണ്ട് ഇവിടെ 0. ഇതാണ് ആൻഡ്. ഇനി നോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. സോ എക്സ് മാത്രം എടുക്കാം. എക്സിൻ്റെ നോട്ട് എന്ന് പറയുന്നത് 0 വരേണ്ടടുത്ത് 1, 1 വരേണ്ടടുത്ത് 0, അടുത്ത 1 വരേണ്ടടുത്ത് 0, 0 വരേണ്ടടുത്ത് 1. ഇതാണ് നോട്ട്. ഓക്കെ, ഇനി നമുക്ക് ലെഫ്റ്റ് ഷിഫ്റ്റും റൈറ്റ് ഷിഫ്റ്റും പഠിക്കാം. ലെഫ്റ്റ് ഷിഫ്റ്റ് ഒരു ബൈനറി ഓപ്പറേഷൻ തന്നെയാണ്. നമ്മൾ അതിനെ എഴുതുന്നത് ഓപ്പറേഷൻ്റെ ഓപ്പറേറ്റർ ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബൈനറി നമ്പർ തന്നെ വേണം. ഓക്കെ, ഇതിനെ റൈറ്റ് സൈഡിൽ നമുക്ക് 1എന്നോ 2എന്നോ ഏത് നമ്പർ വേണമെങ്കിലും ഇടാം. അതായത് എത്രമാത്രം ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. സപ്പോസ് നമ്മൾ ഒരു ഷിഫ്റ്റിങ്ങേ നടത്തുന്നുള്ളതെന്ന് വെച്ചോ. അപ്പോൾ ഈ ഒരു നമ്പറിന് ലെഫ്റ്റ് ഷിഫ്റ്റ് 1 ടൈം ആണെങ്കിൽ നമുക്ക് കിട്ടാൻ പോണ റിസൾട്ട് എല്ലാ ബൈനറിനെയും ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, സോ നമുക്ക് 0 പുറത്തോട്ട് പോയി, നമുക്ക് 1 1 0 0 എന്ന് കിട്ടി. ഈ 1 1 0 0 എന്ന് കിട്ടുന്നത് എന്താ വാല്യൂ? നമ്മുടെ 0 1 1 0ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ 1 1 0ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 12 ആണ്. ഇതെന്താ സംഭവിച്ചേ? ഈ 6ൻ്റെ ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 12 കിട്ടും. സോ നമ്മളൊരു ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ബൈ 2ൻ്റെ ഈക്വലൻ്റ് ആണ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു 0 ഇവിടെ 0ന് വരും 1 ആയാൽ പോലും, ഇവിടെ 0ന് വരും 1 ആയാൽ പോലും നമുക്ക് അത് നെഗ്ലക്റ്റ് ചെയ്ത് കളയേണ്ടി വരും. നമുക്ക് കളയേണ്ടി വരും അത്.
ഓക്കെ. പക്ഷെ നമ്മുടെ ഇപ്പം 4 ബിറ്റിന് പകരം ഒരു 8 ബിറ്റ് ഉപയോഗിച്ചിരുന്നെങ്കിൽ നമുക്ക് ആ 0യും ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തേനെ. ഓക്കെ, അവിടെ 1 ആണെങ്കിലും ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തേനെ. ഇപ്പോൾ തൽക്കാലം നമുക്ക് 4 ബിറ്റേ ഉള്ളൂ, അതുകൊണ്ട് 1 ഷിഫ്റ്റ് ചെയ്യുമ്പം അത് ലൂസാവും. ഓക്കെ, സോ ഈ ഇത് നമുക്ക് 2 ഷിഫ്റ്റിങ്ങും നടത്താം വേണമെങ്കിൽ. ഈ 2 ഷിഫ്റ്റിംഗ് നടത്തുമ്പം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 0110നെ 2 ഷിഫ്റ്റ് ചെയ്യുമ്പം ഇത് 2 ഷിഫ്റ്റ് പോവും. ഓക്കെ, ഇത് 2 ഷിഫ്റ്റ് പോവും, ഇത് 2 ഷിഫ്റ്റ് പോവും. ഓക്കെ, റിമൈനിങ് നമുക്ക് 00 വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാം 4 ബിറ്റ്. ഓക്കെ, സോ ഈ 6 എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് 8 ആയിട്ട് മാറി. ഓക്കെ, സോ അത് ഡബിൾ അല്ല വന്നേക്കുന്നത്. അതിന് കാരണം നമ്മുടെ ബിറ്റ് പൊസിഷൻസ് നമുക്ക് കളയേണ്ടി വന്നു. ഓക്കെ, അതിൻ്റെ മാക്സിമം വാല്യൂ കഴിഞ്ഞു പോയി. അപ്പോൾ ഒന്നും കൂടി പറയാം, ലെഫ്റ്റ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഈസ് ഈക്വലൻ ടു മൾട്ടിപ്ലൈ ബൈ 2. നമ്മുടെ ബിറ്റ് പൊസിഷൻ എത്രമാത്രം ലെഫ്റ്റിലോട്ട് മാറ്റണം എന്നാണ്, ഷിഫ്റ്റ് ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആൻഡ് അത് ഓവർഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാല്യൂവിൽ കുറച്ച് വ്യത്യാസം വരും. നൗ എന്താണ് റൈറ്റ് ഷിഫ്റ്റ്? എന്താണ് റൈറ്റ് ഷിഫ്റ്റ്? റൈറ്റ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഇതാണ് റൈറ്റ് ഷിഫ്റ്റിൻ്റെ. അതും 1ഉം 2ഉം എത്ര വേണമെങ്കിലും വരാം. അതായത് നമ്മുടെ ബിറ്റ്സ് എല്ലാം റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, ബാക്കി റിമൈനിങ് വരുന്നത് പാഡ് ചെയ്ത് മാറ്റും. അപ്പോൾ ഇവിടെ 1 വെച്ച് റൈറ്റ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 6 എന്നുള്ളത് 0 0 1 1 ആയിട്ട് മാറും. അതായത് ഇത് 3 ആണ്. സോ ബേസിക്കലി റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുമ്പം ഡിവിഷൻ ബൈ 2 ആണ് നടക്കുന്നത്. ഓക്കെ, ഡിവൈഡ് ബൈ 2 ആണ് നടക്കുന്നത്. ഇത് ഒന്നിൽ കൂടുതലും നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഇപ്പോൾ 2 ഷിഫ്റ്റിംഗ് നടക്കുന്നതെങ്കിൽ 0 1 1 0ന് നടക്കുന്നത് 2 ഷിഫ്റ്റിംഗ് പോവും. സോ നമുക്ക് കിട്ടാൻ പോകുന്നത് 0 0 0 1, അതായത് നമുക്ക് 1 എന്ന് കിട്ടും. ഓക്കെ, സോ 6നെ നമ്മൾ ഡിവൈഡ് ബൈ 2 ചെയ്തിട്ട് പിന്നെയും ഒരു ഡിവൈഡ് ബൈ 2 ചെയ്യുക, അതായത് 2 × 2 2 raised to 2. ഓക്കെ, അത് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നത് 6 ഡിവൈഡ് ബൈ 4 നമുക്ക് 1 കിട്ടും. ബാക്കിയുള്ള റിമൈൻഡർ നമ്മൾ എടുക്കുന്നില്ല. ഓക്കെ, സോ ആ 1 ഇവിടെ കാണുന്നത്. ഓക്കെ, സോ ലെഫ്റ്റ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 raised to എത്ര ഷിഫ്റ്റ്. ഓക്കെ, റൈറ്റ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിവിഷൻ ഓഫ് 2 raised to എത്ര ഷിഫ്റ്റ്. ഓക്കെ, ഇത്ര വരെ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഇത്രയും മതി. ഇനിയിപ്പോൾ ഇത് എങ്ങനെയാണ് പ്രോഗ്രാമിൽ ചെയ്യുന്നതെന്നുള്ളത് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ അതുവരെ നിങ്ങൾക്ക് ഇതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ബൈ.